പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 260-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ സെഫിരിനോസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ മോനിക്കയെ കുറിച്ചാണ്. വടക്കൻ ആഫ്രിക്കയിലെ തഗാസ്തയിൽ ഏതാണ്ട് 331 വിശുദ്ധ മോനിക്ക ജനിച്ചത്. തങ്ങളുടെ നിശബ്ദമായ മാർഗങ്ങളുടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ പുണ്യവതികൾക്ക് ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക. തന്റെ കണ്ണുനീരും പ്രാർത്ഥനകളും വഴി വിശുദ്ധ മഹാനായ അഗസ്റ്റിനെ തിരുസഭയ്ക്ക് നൽകുകയും അതുമൂലം ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം നേടുകയും ചെയ്തു. വിശുദ്ധ അഗസ്റ്റിന്റെ കുമ്പസാരങ്ങൾ എന്ന കൃതിയിൽ പറയും പ്രകാരം മോനിക്കയുടെ പിതാവിനെ പരിപാലിച്ച അതേ പരിചാരികയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് വിശുദ്ധയും വളർന്നത്. പാട്രീഷ്യസ് എന്ന വിജാതീയനായിരുന്നു അവളെ വിവാഹം ചെയ്തത്. മറ്റുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് പുറമെ വളരെയേറെ മുൻകോപിയുമായിരുന്നു അവളുടെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ജീവിതത്തിലെ സഹനം വഴിയാണ് വിശുദ്ധയ്ക്ക് അപാരമായ സഹനശക്തി ഉണ്ടായതെന്ന് അനുമാനിക്കപ്പെടുന്നു. തന്റെ ഭർത്താവിന്റെ ദേഷ്യം അടങ്ങിയതിനു ശേഷം മാത്രമേ വിശുദ്ധ അദ്ദേഹത്തെ ഗുണദോഷിച്ചിരുന്നുള്ളൂ. കൂടാതെ ദൂഷിച്ച മനസ്സുകൾക്കുടമയായിരുന്ന പരിചാരകർ അവളുടെ അമ്മയെ ഏഷണികൾ പറഞ്ഞു പിടിപ്പിച്ച് വിശുദ്ധക്കെതിയായി തിരിക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ ആ പ്രതിബന്ധങ്ങളെല്ലാം ദയയോടും സഹതാപത്തോടും കൂടെ നേരിട്ടു. 3 മക്കളെ നൽകി ദൈവം വിശുദ്ധയെ അനുഗ്രഹിച്ചു. നവിജിയൂസ്, പെർപ്പച്ചു, അഗസ്റ്റിൻ എന്നിവരായിരുന്നു അവർ. യൗവനത്തിലായിരുന്ന അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ഒരുപക്ഷെ പാപഭംഗിലമായ അവന്റെ ജീവിതം കാരണം മോനിക്ക അവന്റെ ജ്ഞാനസ്നാനം നീട്ടിവെച്ചതാകാനും സാധ്യതയുണ്ട്. അഗസ്റ്റിനെ 19 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ പിതാവ് മരണപ്പെട്ടു. അതിനോടകം തന്നെ തന്റെ അനുതാപവും പ്രാർത്ഥനയും വഴി വിശുദ്ധ അദ്ദേഹത്തിന്റെ മാനസാന്തരം നേടിയെടുത്തിരുന്നു. എല്ലാ തരത്തിലുള്ള പാപങ്ങളും ധാരാളിത്തവും വഴി യുവാവായ അഗസ്റ്റിൻ തന്റെ അമ്മയ്ക്ക് എന്നും തലവേദനയായിരുന്നു. അവരുടെ കണ്ണുനീരും എല്ലാ ശ്രമങ്ങളും വൃഥാവിലായപ്പോൾ അവസാനം അവർ മകനെ തന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും വിലക്കുകയുണ്ടായി. എന്നാൽ ഒരു ദർശനത്തെ തുടർന്ന് അവൾ അവനെ വീണ്ടും വീട്ടിൽ പ്രവേശിപ്പിച്ചു. അഗസ്റ്റിൻ റോമിലേക്ക് പോകുവാൻ പദ്ധതിയിട്ടപ്പോൾ വിശുദ്ധയും അവനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ വിശുദ്ധ തുറമുഖത്തെത്തിയപ്പോഴേക്കും അവൻ കപ്പൽ കയറിയിരുന്നു. പിന്നീട് അവൾ അവനെ പിന്തുടർന്ന് മിലാനിലെത്തി. അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസ് അവളെ അനുമോദിക്കുകയും ഇതുപോലൊരു മാതാവിനെ ലഭിച്ചതിന് അഗസ്റ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു. മിനാലിൽ വെച്ചാണ് വിശുദ്ധ തന്റെ മകനെ മതപരിവർത്തനത്തിനുള്ള പാത തയ്യാറാക്കുന്നത്. അവസാനം അവളുടെ കണ്ണുനീർ ആനന്ദമായി മാറിയ നിമിഷം വന്നു ചേർന്നു. അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും വിശുദ്ധയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ വിരാമമാവുകയും ചെയ്തു. ആഫ്രിക്കയിലേക്ക് തിരികെ വരുന്നതിനിടയിൽ തന്റെ 66-ാമത്തെ വയസ്സിൽ ഓസ്ട്രിയയിൽ വെച്ചാണ് വിശുദ്ധ മരണപ്പെടുന്നത്. വിശുദ്ധ അഗസ്റ്റിന്റെ ജീവചരിത്രത്തിൽ വിശുദ്ധയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏറ്റവും ഹൃദയഭേദകവും മനോഹരമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. വില അറിയാതെ നാം നഷ്ടപ്പെടുത്തുന്ന പലതും ജീവിതത്തിൽ ഒരുപാട് വിലയുള്ളതായിരുന്നുവെന്ന് മനസ്സിലാകുന്നത് ഒരുപാട് വൈകിയായിരിക്കും. അതുകൊണ്ട് ഒന്നിനെയും വില കുറച്ച് കാണരുത്. ഏവർക്കും നന്ദി.